അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിശ്വാസികൾക്ക് വെള്ളിയാഴ്ച ചാകരയാണ്. ആ ദിവസം വിശ്വാസികൾ പൂർവോപരി അമലിലും മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ തഖ്വയിലും ജീവിക്കും. അങ്ങനത്തെ തന്നെയാണ് സാധാരണ ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണമെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസമായി വെള്ളിയാഴ്ച വിശ്വാസികൾ കാണുന്നുണ്ട്. അത് പഴയ കാലം മുതൽ തന്നെ വിശ്വാസികൾ ഒരു സ്പെഷ്യൽ ദിവസമായി കാണുന്നുണ്ട്. വലിയ മഹത്വമുള്ളത് കൊണ്ടാണ് വെള്ളിയാഴ്ചക്ക് സ്പെഷ്യലായി പരിഗണന വിശ്വാസികൾ നൽകുന്നത്. മറ്റു ദിവസങ്ങളെപ്പോലെ ഒരു സാധാരണ ദിവസമല്ല വെള്ളിയാഴ്ച, ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിൽ ഒന്ന് വെള്ളിയാഴ്ചയാണ്. അത് ചിലപ്പോൾ വർഷത്തിൽ വരുന്ന പല ശ്രേഷ്ഠതയേക്കാൾ കൂടുതൽ ആഴ്ചയിൽ വരുന്ന വെള്ളിയാഴ്ചക്കുണ്ട് എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏതായാലും വെള്ളിയാഴ്ച ദിവസം വിശ്വാസിക്ക് ചാകരയാണ്. അന്ന് വിശ്വാസി ദിക്റിലും സ്വലാത്തിലും തഹ്ലീലിലും പ്രാർത്ഥനയിലും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിലുമായി കഴിഞ്ഞുകൂടും. എല്ലാ ദിവസവും അങ്ങനെയാണ്. അന്ന് സ്പെഷ്യലായി കർമ്മങ്ങൾ ചെയ്യുന്നർത്ഥം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അക്സിറു മിനസ് സ്വലാത്തി അലയ്യ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേലിൽ നിങ്ങൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലണമെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. വിശ്വാസികളെ റബീഉൽ അവ്വലാണ് വരുന്നത്. സ്വലാത്തുകൾ ധാരാളം ചൊല്ലേണ്ട മാസമാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായ മാസമാണ്. റഹ്മത്തുൽ ആലമീനായ ലോകത്ത് 140 കോടി മുസൽമാന്റെ മാനസ കൊട്ടാരത്തിലെ കിരീടം അണിയാത്ത ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന മാസമാണ്, ജന്മമാസമാണ്. ജനിച്ചത് ഏത് മാസമാണ്? അത് റബീഉൽ അവ്വൽ അല്ലേ? അതേ റബീഉൽ അവ്വലിന്റെ മുന്നോടിയായി സഫറിലും നമുക്ക് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഉണ്ടാക്കാൻ, ഹൃദയം ഒന്ന് പ്രകാശിക്കാൻ, തെറ്റുകളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ഇന്നു മുതൽ തന്നെ ഞാനും നിങ്ങളും തീരുമാനിക്കണം, സ്വലാത്ത് എന്തായാലും ചൊല്ലും. ഒരു ദിവസം 300 സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നവരങ്ങനെ, 500 ചെല്ലാൻ കഴിയുന്നവരങ്ങനെ, 1000 ചെല്ലാൻ കഴിയുന്നവരങ്ങനെ, എത്രയാണോ നമുക്ക് ചൊല്ലാൻ കഴിയുക അത്രയും സ്വലാത്തുകൾ ചൊല്ലണം. തീരെ സ്വലാത്ത് ചൊല്ലാത്ത അവസ്ഥ വളരെ മോശമാണെന്ന് ഹദീസിൽ വ്യക്തമാണ്. സ്വലാത്ത് ചൊല്ലിയാൽ കുറേ ഗുണം കിട്ടും, നിങ്ങൾക്കറിയാം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാണ്, മൻ സ്വല്ല അലയ്യ മിൻ ഉമ്മത്തി, എൻ്റെ മേലിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, എത്ര ഒന്ന്. എന്നിട്ട് തങ്ങൾ പറയാണ്, ബാക്കി കേട്ടോളി, കുതിബത് ലഹു അശറു ഹസനാത്ത്, തങ്ങളുടെ മേലിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല 10 നന്മകൾ രേഖപ്പെടുത്തും. പോരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിമയും ലോകത്തിന്റെ നേതാവുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 10 ദോഷങ്ങൾ പൊറുക്കപ്പെടും. മാഷാ അല്ലാഹ്, 10 നന്മകൾ രേഖപ്പെടുത്തുന്നതിന് പുറമെ 10 ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു സ്വലാത്തിന് 20 ഗുണം. 10 നന്മകൾ രേഖപ്പെടുത്തുന്നു, 10 ദോഷങ്ങൾ ഇല്ലാതെയാകുന്നു. ഇത് വലിയ ഗുണമുള്ളതാണ് സ്വലാത്ത്. ഇത് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ പറയുന്നുണ്ട്. സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം. അവിടുന്ന് ചോദിച്ചില്ലേ സ്വഹാബികൾ, യാ റസൂലല്ലാഹ് കൈഫ നുസല്ലി അലൈക നബിയേ, അങ്ങയുടെ മേലിൽ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടതെന്ന് ചോദിച്ചില്ലേ? സ്വഹാബികൾ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഖാല ഖൂലു, നബിതങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പറയൂ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വഅലാ ആലിഹി വഅസ്വാജിഹി വദുരിയാതിഹി കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വദുരിയതിഹി കമാ ബാറക്ത അലാ ഇബ്രാഹിം വആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. നമ്മൾ ചൊല്ലുന്ന ഒരു സ്വലാത്തുണ്ട്, ഇബ്രാഹിമിയ സ്വലാത്ത്. അതിൻ്റെ വേറെ ഒരു റിപ്പോർട്ടാണ് ഈ ഹദീസ്. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയാണ് ഇവിടെ കൽപ്പിച്ചതെങ്കിലും സ്വലാത്തായിട്ടുള്ള ഏത് സ്വലാത്ത് ചൊല്ലിയാലും ഫലം കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല. സ്വലാത്തുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്വലാത്ത്
ദിനേന ചൊല്ലണം. ഒരു 300 പ്രാവശ്യം. തയ്യാറല്ലേ നിങ്ങൾ? ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വലിന് മുമ്പ് നമ്മളൊരു തീരുമാനമെടുക്കണം. ദിനേന മിനിമം കുറഞ്ഞ സ്വലാത്ത് ചൊല്ലുമെന്നുള്ളത്. ഇത് 300 അല്ലെങ്കിൽ 500, 1000, 700 എത്രയെങ്കിലും വെച്ചോളി. ഒരു എണ്ണം വെച്ചോളൂ. 300 പ്രയാസം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അത് ഞാൻ കൂടുതൽ ശക്തിയാക്കി പറയണം. 300 സ്വലാത്ത് ഡെയിലി ചൊല്ലിക്കൂടി. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. 2000, 1000 ഒക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. 700, 600 ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 300 കുറച്ച് മിനിറ്റ് പോലെ 300 സ്വലാത്തെല്ലാണ്. ഹബീബായ തങ്ങൾക്ക് വേണ്ടിയല്ലേ, നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി കുറച്ച് സ്വലാത്തെല്ലാം നമുക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈമാനുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ദോഷം പൊറുക്കാനാണ്, ഹബീബായ തങ്ങളുടെ ദർജ ഉയരാനാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കാനാണ്. അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിക്കണം. സ്വലാത്തുകൾ അധികരിപ്പിച്ചാൽ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. നമുക്ക് നല്ല ഖൈറുകൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂലിന് ശഫാഅത്ത് ലഭിക്കും. അള്ളാഹു തആല മുത്തുനബിയോടുള്ള സ്നേഹം ഊട്ടി നമ്മുടെ ഖൽബിൽ ഉറപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.